ഹൈ ഗൈസ്, ഇത് നമ്മുടെ അബിയുടെ കല്യാണമാണ്. ഐ.ടിയിലെ ഫ്രണ്ട്സ് ഓൾമോസ്റ്റ് എല്ലാവരും വരും കല്യാണത്തിന്. കാരണം ഐ.ടി കഴിഞ്ഞിട്ട് 9 വർഷത്തോളമായി. അപ്പോൾ അതിനിട്ട് പലരും പല ഭാഗത്താണ്. എന്നാൽ കൂടി ഈ കല്യാണത്തിന് ഒരു ഒത്തുകൂടാമെന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് അങ്ങനെ വർക്കിന് പോകാൻ ഞാൻ ബാഗ് എടുത്ത് വിട്ടു. പോകുന്ന വഴിയാണ് നമ്മുടെ കോങ്ങാടിലെ വിബീനെയും അതുപോലെ നമ്മുടെ ആർമിക്കന്നെ സന്ദീപിനെയും കണ്ടു. സന്ദീപ് കാറും കൊണ്ട് വന്നു. പിന്നെ കാറിലെ യാത്ര. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലെത്തി. ഓപ്പൺ ഓഡിറ്റോറിയം ആയിരുന്നു അബി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ഗുഡ് ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ബാലരമ്മിലെ മായയുടെ കഥ പറഞ്ഞ് ചിരിക്കുന്ന പോലെ രണ്ടാളും കൂടെ ചിരിയോട് ചിരിയായിരുന്നു. ഏകദേശം എല്ലാ ഫ്രണ്ട്സും ആ സമയങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചിരി നിർത്തണില്ല, ഇവിടെ അപ്പോഴും ചിരിയോട് ചിരിയാണ്. സ്റ്റേജിലാണ് ഈ ഫോട്ടോ എടുക്കാനായി തിരക്കോട് തിരക്ക്. അപ്പോഴാണ് പ്രീതി എല്ലാവരും കണ്ടുമുട്ടിയ സന്തോഷം പറയുന്നത്. കുറേ നാളുകൾക്ക് ശേഷം പ്രീതി എല്ലാവരും കാണുന്നത്. എല്ലാ ഫ്രണ്ട്സും അങ്ങനെ ഒന്നിച്ച് ഒരു വൈബിലിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേജിൽ കയറി. എല്ലാവരും കൂടി സ്റ്റേജിൽ ഒന്നിച്ച് കയറിയപ്പോൾ തന്നെ ഐ.ടിയുടെ ഒരു ഫീലാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഉണ്ടായത്. പണ്ടത്തെ എല്ലാ മെമ്മറീസും പൊടിതട്ടി എടുത്ത പോലത്തെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. മനോജാണെങ്കിൽ ഞാൻ പിടിവിടുന്നില്ല, കെട്ടിപ്പിടുത്തോയി. പിന്നെ രണ്ടുപേർക്കും പോയിട്ട് ഒരു ഹാപ്പി മേരി ലൈഫ് അങ്ങോട്ട് പറഞ്ഞു. ഇരിക്കട്ടെ നമ്മുടെ വക. ഇഷ്ടപ്പെട്ട ഫുഡ് നീ കഴിച്ചോ? ഭക്ഷണം കഴിച്ചാ? എന്താ പേര്? പേരോ? നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ത്രിമൂർത്തികൾ അവിടെ നിന്ന് വരുന്നുണ്ട്. സുസു ആണെങ്കിൽ ക്യാമറ കണ്ടപ്പോൾ തന്നെ എൽദോ നിന്നെ സിനിമയിൽ എടുത്തിടണം എന്നുള്ള മൈൻഡായിരുന്നു. ഐ.ടി കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട 3 എണ്ണമാണത്. ഈ കൂട്ടത്തിൽ ഒരാൾ കൂടിയിട്ട് ആദിനൊന്നും വരാൻ പറ്റിയില്ല. പോകാനുള്ള സമയം കൊണ്ട് എല്ലാവരോടും ബൈ ബൈ പറഞ്ഞ് ഞാൻ യാത്രയായി.